നമസ്കാരം. ഡെമോക്രസി തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന കുത്തിത്തിരിപ്പുകൾ. കെ ബാബുവിനെ കുരുക്കാൻ ജേക്കബ് തോമസിന്റെ റെയ്ഡ്. കാറും പണവുമല്ലാതെ ഒരു തുള്ളി മദ്യം പോലും വീട്ടിൽ നിന്ന് കിട്ടില്ലെന്ന് ബാബുവിന്റെ വെല്ലുവിളി. ഐ ആം കോഷി, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ. ഞങ്ങൾക്ക് വീടും സെർച്ച് ചെയ്യണം. ഐ എക്സ്പെക്ട് യു ടു കോഓപ്പറേറ്റ്. തർക്കിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. നിയമം അത് അനുവദിക്കുന്നു. അതെവിടുത്തെ നിയമം സാറേ? ഈ നാട്ടിൽ അനന്തന്റെ വീട്ടുകാർക്ക് മാത്രമേ നിങ്ങളുടെ നിയമം ബാധകമുള്ളൂ. കഴിഞ്ഞ 35 വർഷമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നു. ഇന്ന് വരെ ഈ വീട്ടിൽ ആരും കയറിയിട്ടില്ല സെർച്ച് ചെയ്യാൻ. ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല, ഞാൻ ആ പാവത്തിന്റെ ഒരു ബേക്കറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടി പുതുപ്പള്ളിയിലേക്ക് വിട്ടു. രക്ഷിക്കാൻ എം ഹസൻ മാത്രം. ഭരിക്കുന്ന ഗവൺമെന്റ് ബാബുവിനെതിരായി നടത്തുന്ന രാഷ്ട്രീയ പകപോക്കല. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരുന്നത് സൂക്ഷിക്കണേ, തരം കിട്ടാൻ കാത്തിരിക്കുക. കൊല്ലുന്നേ കൊന്നോട്ടെ. ബാബുവിന് ഇനി ഉറക്കമില്ലാത്ത നാളുകളെന്ന് ജേക്കബ് തോമസ്. ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്ത് ചിരി ബാക്കിയുണ്ടാവില്ല. This is your last smile. Is that all? ഇല്ല, കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നിന്നെ കുളിപ്പിക്കുന്ന ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ ഇത്രയും, ബാക്കി പിന്നീട്. Be prepared for that. ഉറക്കം നഷ്ടപ്പെടാതിരിക്കാൻ കൂടുതൽ നേതാക്കൾ പായും തലയണയുമായി വിജിലൻസ് ഓഫീസിലേക്ക്. ജി സുധാകരൻ നിർബന്ധമായും നിലവിളക്ക് കൊളുത്തണമെന്ന് പിണറായി. നിലവിളക്ക് മതചിഹ്നമല്ല, ജന്മഭൂമി പോലും തന്നെക്കുറിച്ച് പറയാത്ത കാര്യമാണ് പിണറായി പറയുന്നതെന്ന് സുധാകരൻ. നിലവിളക്കിനെയും നിലവിളക്ക് കൊളുത്തലിനെയൊന്നും ആ തരത്തിൽ മാത്രം പരിഗണിക്കാൻ കഴിയുന്നത്. ജന്മഭൂമി ഒറ്റ അക്ഷരമില്ല എനിക്കെതിരായിട്ട് ഞാൻ നോക്കും. വരുന്നാല് ആവശ്യമുണ്ട്. ആശ്വാസം കണ്ടാൽ മാത്രം പ്രതിഫലം. ഇത് വേറെ മനസ്സിലല്ലേ? തെറ്റി വായിച്ചു. വ്യത്യസ്തമായി സമരം ചെയ്തവരുടെ പട്ടികയിലേക്ക് യൂത്ത് കോൺഗ്രസും. പട്ടി സമരം ഗിന്നസ് ബുക്കിൽ കയറ്റുമെന്ന് നേതാക്കൾ. കഴിഞ്ഞ UDF സർക്കാരിന്റെ ഏറ്റവും വലിയ കിരീടങ്ങളിൽ ഒന്നായിരുന്നു ബാർ കോഴ കേസ്. ആരോപണത്തിൽപ്പെട്ട KM മാണി മാത്രം കേസിൽ പ്രതിയാവുകയും മാണിയേക്കാൾ കൂടുതൽ കോഴ വാങ്ങിയതായി ആരോപിക്കപ്പെട്ട കെ ബാബു രക്ഷപ്പെട്ട് നടക്കുകയും ചെയ്തത് ഇരട്ടനീതി സിദ്ധാന്തം രൂപീകരിക്കുന്നതിനും ഇടയാക്കി. അങ്ങനെ ഉമ്മൻചാണ്ടി പ്രിയപ്പെട്ടവനെ രക്ഷിച്ചെടുത്ത് മാണിയെ വഴിയാധാരമാക്കിയെന്ന് ശത്രുക്കൾ പറഞ്ഞു നടന്നു. എന്തായാലും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ ഏറിയതോടെ കോഴക്കേസിൽ ബാബു കുടുങ്ങുന്ന സ്ഥിതിയായി. UDF കാലത്ത് കോഴയാരോപണങ്ങൾ മര്യാദയ്ക്ക് അന്വേഷിച്ച ജേക്കബ് തോമസിനെ തരം താഴ്ത്തി നിർവൃതി കൊണ്ട ഉമ്മൻചാണ്ടിക്കും കെ ബാബുവിനുമൊക്കെ ഇത് കലികാലമാണ്. കാരണം ജേക്കബ് തോമസ് ഇപ്പോൾ വിജിലൻസ് ഡയറക്ടറാണല്ലോ. ഒടുവിൽ മാണിക്ക് പിന്നാലെ വിജിലൻസ് ബാബുവിനെയും പിടികൂടിയിരിക്കുന്നു. ബാബുവിൻ്റെ വീട്ടിൽ പോയി റെയ്ഡ് നടത്തി കേസുമെടുത്തു. മാണി കോഴക്കേസും കോഴിക്കേസുമൊക്കെയായി നടക്കുമ്പോൾ തന്നെ കോൺഗ്രസുകാർ പേടിച്ചിരുന്നതാണ് ബാബുവിനെയും പിടിക്കും എന്ന്. കമ്പനി പൊളിച്ചോണ്ട് പോയില്ലെങ്കിൽ കത്തിച്ചു കളയുമെന്ന് പറഞ്ഞു. ആരാ പറഞ്ഞ? ചേക്കുടിയുടെ ആളുകളാ. പിന്നെ പോലീസുകാർ വന്നിരുന്ന വീട്ടില്? ഇടയ്ക്കിടയ്ക്ക് വന്ന് പേടിപ്പിച്ചിട്ട് പോവും. അടുത്തത് കുഞ്ഞിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യിപ്പിക്കുമെന്നാ പറഞ്ഞത്. ഐ ആം കോഷി, റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ. ഞങ്ങൾക്ക് വീടും സെർച്ച് ചെയ്യണം. ഐ ഹാവ് ഗോട്ട് സെർച്ച് വാറന്റ്. തെളിവ് നേടിയുള്ള ഒരു യാത്രയല്ലേ അന്വേഷണം എന്ന് പറയുന്നത്. അഴിമതി അവസാനിപ്പിക്കുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു നയമാണല്ലോ. ആ നയം നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. ഐ എക്സ്പെക്ട് യു ടു കോഓപ്പറേറ്റ്. തർക്കിച്ചിട്ട് കാര്യമില്ല. ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും സെർച്ച് ചെയ്യാം. നിയമം അത് അനുവദിക്കുന്നു. അതെവിടുത്തെ നിയമം സാറേ? ഈ നാട്ടിൽ അനന്തന്റെ വീട്ടുകാർക്ക് മാത്രമേ നിങ്ങളുടെ നിയമം ബാധകമുള്ളൂ. കഴിഞ്ഞ 35 വർഷമായിട്ട് ഈ വീട്ടിൽ താമസിക്കുന്നു. ഇന്ന് വരെ ഈ വീട്ടിൽ ആരും കയറിയിട്ടില്ല സെർച്ച് ചെയ്യാൻ. ആ മനുഷ്യൻ അകത്തായെന്ന് അറിഞ്ഞപ്പോ വന്നിരിക്കുന്നു, കടന്നൽ കൂടെ ഇളകിയ പോലെ വകുപ്പും പ്രമാണവും പൊക്കി പിടിച്ചോണ്ട്. വിജിലൻസ് പല കേസുകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. വിജിലൻസിന്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനാ സാറേ ഇവനോട് ചോദിക്കുന്നത്? സാറിന്റെ ഡ്യൂട്ടി. ഓഹോ, എങ്കിലതൊന്ന് കാണണമല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യണം സാർ? ഹി ഈസ് റെഫ്യൂസിംഗ് ടു കോഓപ്പറേറ്റ്.
ഇവരുടെ ജോലി തടസ്സപ്പെടുത്തിയാൽ നിങ്ങൾ അറസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ വീട്ടിൽ നിന്ന് ആരും പുറത്തു പോകാൻ അനുവദിക്കരുത്. നമ്മുടെ സംസ്ഥാനത്തെ സുന്ദരമാക്കുക, നല്ല സംസ്ഥാനമാക്കുക എന്നുള്ളത് നമ്മുടെയൊക്കെ ഒരു ലക്ഷ്യമല്ലേ? നമുക്കത് കൂട്ടായിട്ട് പ്രവർത്തിക്കാം. ഒരു അഴിമതി രഹിത കേരളം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കണ്ടേ? നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഈ പോക്ക് പോയാൽ കേസിന്റെ വഴി നേരെ ബാർക്കോഴയിലേക്കാണ് എന്ന് സാരം. ആ വഴി ഉമ്മൻചാണ്ടിയുടെ വീട്ടിലേക്കും നീളുമോ എന്നതാണ് കോൺഗ്രസുകാരുടെ പേടി. ബാർക്കോഴയിൽ ചെറുമീനാണല്ലോ ബാബുവും മാണിയുമെല്ലാം. വമ്പൻ സ്രാവിനെ പിടിക്കാനാണത്രേ ജേക്കബ് തോമസ് ഇറങ്ങിത്തിരിച്ചത്. റെയ്ഡിൽ പണവും രേഖകളും ആഡംബര കാറുകളുമൊക്കെ കണ്ടെടുത്തു. നാട്ടിലെ സകല സ്ഥാപനങ്ങളിലും അനധികൃതമായി നിക്ഷേപവും നടത്തിയിട്ടുണ്ടത്രേ. അങ്ങനെ ബാബുവിന് അനധികൃത സ്വത്ത് സമ്പാദനത്തിന്റെ പേരിൽ കേസുമായി. മുമ്പൊരിക്കൽ നീ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഈ കേരളം എന്ന ഇട്ടാവട്ടത്തിൽ കിടന്ന് ഒരു സാധാ പോലീസുകാരനോട് തായം കളിക്കാൻ നിനക്ക് താല്പര്യമില്ലെന്ന്. ബട്ട് ഇന്ന് എനിക്ക് ബോധ്യമായി നിന്റെ ചീപ്നെസ്. വളരെ ചെറിയ ഒരു അന്വേഷണത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാനീ പറഞ്ഞ ഈ തേനി. അതുപോലെ തന്നെ ഈ കാറിൻ്റെ അവർ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് മേടിച്ചേക്കുന്ന കാറാണ്. അവർ അതൊക്കെ നിസ്സാര കാര്യങ്ങളാണല്ലോ. അന്വേഷിച്ചാൽ വലിയ, കാരണം ബാങ്കിൽ ഉള്ള കാര്യങ്ങളല്ലേ. അതുപോലെ തന്നെ എൻ്റെ മകളുടെ വിവാഹം നടന്നത് 2012 അപ്പോൾ അതിനു മുമ്പ് ആരെങ്കിലും എന്തെങ്കിലും ഇടപാട് നടത്തിയിട്ടുള്ളതൊക്കെ എൻ്റെ നിലയിൽ വെച്ചാന്ന് നോക്കിയാൽ എങ്ങനെ. അതിൽ ഈ മോഹൻ എന്ന് പറഞ്ഞ ആളെ എൻ്റെ ബിനാമിയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത്ഭുതകരമായിട്ട് തോന്നി. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു ബന്ധമില്ല, ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല, ഞാൻ ആ പാവത്തിൻ്റെ ഒരു ബേക്കറി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് ഇതവിടെ ആ അലയൻസ് ജംഗ്ഷനിലുള്ള. അതല്ലാതെ എനിക്ക് എന്ത് ബന്ധം? എന്നെ വേട്ടയാടുന്നതോടൊപ്പം തന്നെ എല്ലാ പാവങ്ങളെയും വേട്ടയാടുന്നത് അങ്ങേറ്റം ദൗർഭാഗ്യകരമാണ്. കാലണയ്ക്ക് തല്ലാൻ നടക്കുന്ന കവലച്ചട്ടമ്പികളെ വിട്ട് നാണം കെടുത്തിയാൽ ഞാൻ തോറ്റുപോകുമെന്ന് വിചാരിച്ചു. ഐ ജസ്റ്റ് കെയിം ടു വാൺ യു. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു നിരപരാധീനെ എൻ്റെ ബിനാമിയായിട്ട് ചിത്രീകരിച്ചു. പിന്നെ എനിക്ക് എന്തോ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ബന്ധമുണ്ട്. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ ഏർപ്പാടുകളും എൻ്റെ തലയിൽ കെട്ടിവെച്ചാൽ അതെങ്ങനെ വില പോകണം? എനിക്കിതുവരെയായിട്ട് ഒരു ബന്ധമില്ല. അതൊക്കെ അവർ പരിശോധിച്ചോട്ടെ. ചർക്കയിൽ നൂറ്റെടുത്ത ഖദർ കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി രാഷ്ട്രീയക്കാരനെ പുറംകാലുകൊണ്ട് ചവിട്ടി പുറന്തള്ളി പകരം നിന്നെ പോലുള്ള എംബോക്കികൾക്കെടുത്ത് അമ്മാനമാടാൻ കോടികൾ പ്രസവിക്കുന്ന ഡൽഹി ഉണ്ടല്ലോ. ഹൈടെക്കും ബ്ലൂ ചിപ്പും കമ്പ്യൂട്ടറും കൊണ്ട് കൗബീനം ധരിക്കുന്ന നിന്റെ പുതിയ ഡൽഹി, ആ ഡൽഹിക്കുമാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ. ഓർത്തോ? എനിക്കിത് എൻ്റെ ദൈനംദിന കാര്യങ്ങൾ നടക്കണ്ടേ? അതിനുവേണ്ടിയിട്ടുള്ള പൈസ ഉണ്ട് എൻ്റെ കയ്യിൽ. 1.5 ലക്ഷം രൂപ ഉണ്ട്. 1.5 ലക്ഷം രൂപ ഇവിടുന്ന് അല്ലാതെ വലിയൊരു തുകയൊന്നും പിടിച്ചു കൊണ്ടുപോയിട്ടില്ല. എനിക്ക് എൻ്റെ ദൈനംദിന ആവശ്യങ്ങളുണ്ടല്ലോ, വണ്ടി ഓടിക്കണം, അതുപോലെ എൻ്റെ കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള അതല്ലാതെ വേറെ ഇത്രയും പരിശോധിച്ചിട്ടും വേറെ ഒന്നും കണ്ടു പിടിച്ചില്ലല്ലോ. ഇനി നമ്മൾ കണ്ടുമുട്ടുമ്പോ നിന്റെ മുഖത്ത് ചിരി ബാക്കിയുണ്ടാവില്ല. ദിസ് ഈസ് യുവർ ലാസ്റ്റ് സ്മൈൽ. ഇസ് ദാറ്റ് ഓൾ? ഇല്ല, കുഴിച്ചു മൂടുന്നതിന് മുമ്പ് നിന്നെ കുളിപ്പിക്കുന്ന ചടങ്ങ് കൂടി ബാക്കിയുണ്ട്. ഇപ്പോൾ ഇത്രയും, ബാക്കി പിന്നീട്. ബി പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. കെ ബാബു ചുരുക്കത്തിൽ കുടുങ്ങി എന്നർത്ഥം. ബാബുവിനെ രക്ഷിക്കാൻ ആരുണ്ട് ഈ നാട്ടിൽ? എന്തായാലും ഇടതുപക്ഷത്തു നിന്ന് ആരും വരില്ല. UDF-ൽ എന്തായാലും സമാന ദുഃഖത്തിൽ കഴിയുന്ന KM മാണിയോ മാണി പാർട്ടിക്കാരോ വരില്ല. അതുമല്ല, കോൺഗ്രസിൽ നിന്ന് I ഗ്രൂപ്പുകാർ പോലും ഉണ്ടാകില്ല. ആകെയുള്ളത് സാക്ഷാൽ ഉമ്മൻചാണ്ടിയും A ഗ്രൂപ്പും മാത്രം. അവരിനി എങ്ങനെ ബാബുവിനെ രക്ഷിക്കും എന്നത് മാത്രമാണ് ഒരാകാംക്ഷ. ഉമ്മൻചാണ്ടിയുടെ സ്ഥിരം ചാവേറായ MM ഹസൻ തൽക്കാലം ബാബുവിനെ രക്ഷിക്കാൻ പടയ്ക്കിറങ്ങിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രതികാരം ചെയ്യുന്നവരോട് തിരിച്ചും പ്രതികാരം ചെയ്യുമെന്നാണ് ഹസന്റെ ഭീഷണി. മന്ത്രി ബാബുവിന്റെ പങ്കിനെ കുറിച്ചും ബാബുവിന് എതിരായി വന്ന ആരോപണത്തിന്റെ നിജസ്ഥിതിയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഒരു തെളിവും ബാബുവിന്റെ പേരിലില്ല. അന്വേഷണം നടന്നതാണ്, ഇപ്പോഴും നടത്താം. ഈ ഗവൺമെന്റ് വന്നപ്പോൾ അവർക്ക് നടത്താം. എത്ര നേരം ഞാൻ കാത്തിരിക്കണമെന്നറിയാമോ? ഇനി ഇവിടെ ഒരുത്തരും ഇറങ്ങില്ല. ബാബുവിന് ഇക്കാര്യത്തിലുള്ള പങ്കാളിത്തം അറിയാവുന്ന വിജിലൻസ് വകുപ്പ് നേരത്തെ വെരിഫിക്കേഷൻ നടത്തിയതാണ്. അദ്ദേഹത്തിന്റെ സണ്ണിലയുടെയും വീട് റെയ്ഡ് ചെയ്യുന്നത് സംശയത്തിന്റെ ഒരു പുകമറ ഉണ്ടാക്കി.
ഇത് തികച്ചും രാഷ്ട്രീയ പകപോക്കലാണ്. ഭരിക്കുന്ന ഗവൺമെന്റ് ബാബുവിനെതിരായി നടത്തുന്ന രാഷ്ട്രീയ പകപോക്കലാണ്. ഉശിരുള്ള പന്നികളുണ്ടെങ്കിൽ തടുക്കണം. ഈരിക്കാരൻ ജോസിന്റെ എച്ചപ്പത്തികളാരുമില്ലേ? ഈരിക്കാരൻ ജോസ് ഞങ്ങൾക്ക് ഇതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം, എന്റെ കൂടെ വരരുത്. സൂക്ഷിക്കണേ, തരം കിട്ടാൻ കാത്തിരിക്കുക. കൊല്ലുന്നേ കൊന്നോട്ടെ. മിക്കവാറും അതുതന്നെയാകും സ്ഥിതി. അതുകൊണ്ട് ബാബു ഒന്ന് സൂക്ഷിച്ച് കളിക്കണം. ഉമ്മൻചാണ്ടി സ്വന്തം കാര്യത്തിൽ തന്നെ തീരുമാനമാകാതെ നടക്കുകയാണ്. അപ്പോൾ പിന്നെ ബാബുവിന് വേണ്ടി യുദ്ധം ചെയ്യാനൊക്കെ എവിടെ നേരം? ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് നിലവിളക്ക്. ജന്മഭൂമിയോട് ഒറ്റ അക്ഷരമില്ലെതിരായിട്ട് ഞാൻ നോക്കി. വരന്മാര് ആവശ്യമുണ്ട്, ആശ്വാസം കണ്ടാൽ മാത്രം പ്രതിഫലം. നിലവിളക്കൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ഒരു ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമല്ല.